പറയുന്നത്. ഞാനത് 16 വയസ്സെന്ന് ഹദീസ് കൊണ്ട് തന്നെ ഏത് ഹദീസാണ്? 16 വയസ്സ്. ഓക്കെ, പറയൂ. സമയം തരാം. അങ്ങനത്തെ 9 വയസ്സെന്ന് തന്നെ ഞാൻ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വിലയിരുത്തുന്നു. ഈ 9 വയസ്സുകാരി പ്രവാചകൻ മരിക്കുമ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? അതുവരെ ഉണ്ടായിരുന്ന സകല ചരിത്രകാരന്മാരെ ലോകത്ത് പ്രവാചകന്റെ സാന്നിധ്യം നടന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അബൂ ഹുറൈറയും ഐഷ ബീവിയുമാണ് ഇത് റെക്കോർഡ് വെച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ പ്രത്യേകത. അത് അള്ളാഹുവിന് അതിന്റെ പ്ലാനിങ് ഉണ്ട്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ താങ്കൾ നേരത്തെ മാതാക്കളെ കുറിച്ച് പറഞ്ഞു. അതല്ലേ നേരത്തെ ഞാൻ ഒരു സംഭവം പറഞ്ഞപ്പോൾ താങ്കൾക്ക് പറഞ്ഞ അതിനൊരു ലോജിക് ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്, ഒരു രീതിയുണ്ട്. മാതാക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കൾ എന്ന് പറഞ്ഞാൽ അവരത്ര ടൈമായി. അത് മനസ്സിലായി, ഞാൻ ടൈം സെറ്റ് ചെയ്ത. എൻ്റെ പൊന്ന് സഹോദര, നബിയുടെ മാതാക്കൾ ആരാണെന്നൊക്കെ കൃത്യമായിട്ട് ഈ ഖുർആനകത്ത് പറയുന്നുണ്ട്. താങ്കൾക്ക് കാണാം, സൂറ അഹ്സാബ് 33-ാമത്തെ സൂറ അതിൻ്റെ 6-ാമത്തെ ആയത്തെടുത്താൽ താങ്കൾക്ക് കാണാം. 33-ാമത്തെ സൂറ അതിൻ്റെ 6-ാമത്തെ ആയത്തെടുത്തൊന്ന് വായിച്ചു നോക്കിയേ. ആരാണ് നബിയുടെ ഞാനൊന്ന് ക്ലോസ് ആയിട്ട് എടുത്തോട്ടെ. ആരാണ് നബിയുടെ മാതാക്കളെന്ന് സൂറ 33-6 എടുത്താൽ, പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാൾ അടുത്ത ആളാകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാകുന്നു. ഇതേ ഖുർആനിൽ തന്നെ അള്ളാഹു മുജാദിലെ പറയുകയാണ്, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. അല്ല, അന്നുള്ള സഹാബിമാരെല്ലാം പ്രസവിച്ചത് പ്രവാചകന്റെ ഭാര്യമാരാണോ? ഒന്നേ അള്ളാഹു നുണ പറഞ്ഞു, അല്ലെ അള്ളാഹു പരസ്പര വിരുദ്ധമായ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അന്നുള്ള സഹാബിമാരെല്ലാം പ്രസവിച്ചത് പ്രവാചകന്റെ ഭാര്യമാരായിരിക്കണം. ഇതിലേതാ സത്യം? താങ്കൾ തന്നെ പറ, ഇതിലേതാണ് വിശ്വസിക്കേണ്ടത്? ഓക്കെ, താങ്കൾ പറഞ്ഞ ആയത്തിതാണ് പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹങ്ങളെക്കാളും അടുത്ത ആളാകുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളാകുന്നു. രക്തബന്ധമുള്ളവർ അന്യോന്യം അള്ളാഹുവിന്റെ നിയമത്തിൽ മറ്റു വിശ്വാസികളെക്കാൾ മുഹാജിറുകളെക്കാൾ കൂടുതൽ അടുപ്പമുള്ളവരാകുന്നു. നിങ്ങൾ നിങ്ങളുടെ മിത്രങ്ങൾക്ക് വല്ല ഉപകാരം ചെയ്യുന്നുവെങ്കിൽ അത് ഇതൊന്നും ഒഴിവാകുന്നു. ഇത് വേദഗ്രന്ഥം രേഖപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത്? സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ ദഹിക്കുപോലുമില്ല, മനസ്സിലാവുകയുമില്ല. അന്തവും നന്നപ്പും മാറായിന ഫീഹിമാ മിസ്ല ഹുസ്നിക തഖ്വിയ സയ്യിദി ഹൈറൻ നബി എന്നൊരു പദ്യമുണ്ട്. അത് പറഞ്ഞത് എന്റെ മാതാവിനേക്കാൾ, എന്റെ പിതാവിനേക്കാൾ, എന്റെ ഭവനത്തെക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ നഷ്ടപ്പെട്ടു പോകുന്ന എന്റെ ബിസിനസിനേക്കാൾ, എന്റെ ജോലിയേക്കാൾ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയാണ്. അങ്ങനത്തെ മുഹമ്മദ് നബിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം അത്രത്തോളം ഇഷ്ടമാണ്. ഓക്കെ സഹോദര, അത്രത്തോളം ഈ മുഹമ്മദിനെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ആയത്തിറക്കി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്താ പറയുന്നത്? സൂറ അഹ്സാബിൽ പറയുന്നത് എന്താ? അദ്ദേഹത്തിന്റെ ഭാര്യമാർ മുസ്ലിങ്ങളുടെ സഹാബിമാരുടെ എല്ലാം മാതാക്കളാകുന്നു എന്നാ പറയുന്നത്. മാതാക്കളാകുന്നു, അല്ല മാതാവിനെ പോലെയാകുന്നു എന്നല്ല, മാതാക്കളാകുന്നു. ഇതേ ഖുർആനിൽ തന്നെ ഇതേ അള്ളാഹു പറയുകയാണ്, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. സൂറ മുജാദില 58-ാമത്തെ സൂറ 2-ാമത്തെ ആയത്ത്. അവരുടെ മാതാക്കൾ, അതായത് മുസ്ലിങ്ങളുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. അതേ അള്ളാഹു തന്നെ ഇവിടെ പറയുക. അപ്പൊ ഈ കവിതയൊന്നും അള്ളാഹുവിന് അറിയില്ലായിരുന്നു. ഈ ആയത്തിറക്കിയപ്പോ, ഈ മുജാദില ആയത്തിറക്കിയപ്പോ അള്ളാഹുവിന് അറിയില്ലായിരുന്നു ഈ കവിതയൊന്നും. അപ്പൊ ഈ കവിതയൊക്കെ എന്നോട് പറഞ്ഞു തരികയല്ല വേണ്ടത്, നിങ്ങളുടെ അള്ളാഹ്ക്കും മുഹമ്മദിന് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ടത്. അവിടെ അള്ളാഹ്ക്ക് പറ്റിയ കയ്യബദ്ധമാണെന്ന് പറഞ്ഞ് ഒഴിയുന്നതാണ് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത്. ആ കയ്യബദ്ധം അല്ലെങ്കിൽ ഇത് വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അള്ളാഹുവിന്റെ ഈ പറഞ്ഞ മുഹമ്മദിന്റെ ഭാര്യമാര് ഏത് വകുപ്പിനാണ് പ്രസവിച്ച സ്ത്രീകളാകുന്നത്? പ്രസവിച്ച സ്ത്രീകൾ അല്ലെങ്കിൽ അവർ മാതാക്കളല്ല. ഏത് വകുപ്പിനാണ് സഹാബിമാരുടെ മാതാക്കളാകുന്നത്? സഹോദര, ഇതൊക്കെ എനിക്കറിയാം, നിങ്ങൾക്ക് കാണിക്കണ്ട. നിങ്ങൾ പറഞ്ഞ സത്യമാണ്, അതൊക്കെ എനിക്ക് തർക്കമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ ഉള്ളത് തന്നെ. നിങ്ങളെ നാവിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പിടിക്കും, അതെനിക്കറിയാം. ഞാനേ പ്രത്യേകം ഗ്രന്ഥമൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നേർക്കിരിക്കും, ഒന്ന് കണ്ടു സംസാരിക്കാമല്ലോ. അല്ല, താങ്കൾക്ക് ഗ്രന്ഥം തോന്നുന്നു, പക്ഷെ നാട്ടുകാരെ എനിക്ക് ബോധ്യപ്പെടുത്തണം ഞാൻ പറയുന്ന കൃത്യമായ കാര്യമാണ്. അല്ലെങ്കിൽ താങ്കളുടെ മുസ്ലിം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളൂ. നമുക്ക് നേരത്തെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാം. അതായത് പ്രവാചകന്റെ ഭാര്യമാർ നിങ്ങളുടെ മാതാക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു
വാക്യം, അതൊരു സെന്റൻസ്, അതൊരു രീതി എന്ന് പറഞ്ഞാൽ അവരെ അത്രയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം. അവരെ മറ്റൊരാളും പിന്നെ പ്രവാചകൻ മറ്റേ ശേഷം വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്റെ ആശയം. മറിച്ച് മറ്റൊരു പറഞ്ഞത് സ്വന്തം മാതാക്കളാണല്ലോ ഓരോരുത്തരുടെയും മാതാവ്, പ്രസവിച്ചവരാണല്ലോ അവരുടെ മാതാവ്. അതിനെന്ത് തർക്കമുണ്ട്? ഇത് പ്രവാചക ഭക്തിമാരെ കുറിച്ച് പറഞ്ഞതാണ്. കാരണം പ്രവാചക ഭക്തിമാരെ കുറിച്ച് അനാവശ്യമായ നോട്ടമോ അനാവശ്യമായ ഇടപെടലുകളോ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഉദ്ദേശിച്ച് സമയം സഹോദര, പ്രവാചക പത്നിമാരോട് മറ്റൊരു സത്യവിശ്വാസിക്ക് അനാവശ്യമായ നോട്ടയും ചിന്ത ഉണ്ടാകാൻ പാടില്ല. പ്രവാചകന് ഒരു സത്യവിശ്വാസിയെ വളർത്തുമോൻ എന്നുള്ള സ്ഥാനം വിട്, ഒരു സത്യവിശ്വാസിയായ സൈദിന്റെ ഭാര്യയോട് നോട്ടവും ചിന്തയും ഉണ്ടാകാം, അവളെ വേണേൽ കല്യാണവും കഴിക്കാം. പ്രവാചക പത്നിമാരെ ആരും നോക്കാൻ പാടില്ല, പ്രവാചകന് മറ്റുള്ളവരുടെ പത്നിമാരെ നോക്കാം. ഇത് എന്തൊരു ഉപദേശ സഹോദര! പ്രവാചകനുണ്ട് മാത്രം ഉണ്ടാക്കിയേക്കുന്ന മതം വല്ലതുമാണ് ഇത്? സത്യവിശ്വാസികളുടെ ഭാര്യമാർക്കൊന്നും ഒരു വിലയില്ലേ? പുള്ളിയുടെ ഭാര്യമാർക്ക് മാത്രമേ വിലയുള്ളൂ. ഇനി ഖുറാനകത്തെ അവസരവാദമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഖുറാനിൽ സൂറ മുജാദിലയിൽ ഖുറാനിൽ അള്ളാഹ് പറയുന്നത് അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമല്ല. മുഹമ്മദിന്റെ ഭാര്യമാരുമല്ല അവരുടെ മാതാക്കള്, അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരും അവരുടെ മാതാക്കളല്ല. അപ്പോ മുഹമ്മദിന്റെ ഭാര്യമാരെ മാതാക്കളായി കാണുന്ന സ്ത്രീകൾ മുസ്ലിങ്ങളല്ലെന്ന് വരും. കാര്യം അവരുടെ മാതാക്കൾ ഇവിടെ മുസ്ലിങ്ങളുടെ മാതാക്കളാ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. അപ്പൊ മുസ്ലിങ്ങളുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരുമല്ല. വേറെ ആരെയും മാതാവായി കാണാൻ പാടില്ലെന്നാ പറയുന്നത്. സ്വന്തം ഭാര്യയെ മാതാവായി കാണുന്ന ആളുകളെന്നുണ്ടായിരുന്നു, അവരെ കുറിച്ചാ പറയുന്നത്. കണ്ടു നോക്ക്, വായിച്ചു നോക്ക് ബ്രദർ. ഹലോ, ഇത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. വീണ്ടും അത് വന്ന് അത് നല്ല കാര്യം തന്നെ, ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ചെയ്ത് പോകണം, നല്ലത് തന്നെ. നമ്മളിവിടെ എന്താണ് നമ്മൾ അടിസ്ഥാനപരമായ ചോദ്യം? പ്രവാചകന്റെ ഭാര്യമാർ, അതായത് അവര് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മോമിനിങ്ങളുടെ അല്ലെങ്കിൽ മുത്തക്കിങ്ങളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ, അത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും. ഞാൻ ഈ പറഞ്ഞ 4 പദപ്രയോഗം നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. അവരുടെ മാതാക്കളാണ്. ഈ മാതാക്കള് എന്ന് പറഞ്ഞാൽ അതൊരു പ്രായോഗിക തലത്തിലുള്ള. പിന്നെ അപ്പം പറയും എന്തുകൊണ്ട് താങ്കൾ ചോദിച്ചു സെയ്ദിന്റെ ഭാര്യ? അതിന് എത്രയോ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്താണ്. ആ ചർച്ചയുടെ സമയം ഇവിടെ കഴിഞ്ഞല്ലോ. അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് പോവാം. ഇതേപോലുള്ള ചർച്ചകൾ മുഴുവൻ ക്രൈസ്തവ ബൈബിളിൽ നിന്ന് എനിക്ക് ഉദ്ധരിക്കാൻ കഴിയും. ഞാൻ ഉദ്ധരിക്കാത്തെന്നറിയാം. ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഒരു ക്ലാരിറ്റി വേണം. കാര്യം നിങ്ങൾക്കറിയാം, പക്ഷെ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാൻ വേണ്ടി തന്നെ ഈ വിഷയത്തിൽ ഞാൻ ഒതുങ്ങിക്കണം. അല്ലെങ്കിൽ അതിലേക്ക് ഞാൻ ഡൈവേർട്ട് ചെയ്ത് പോകും. അത് ശരിയല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ താങ്കളോട് ഇപ്പോഴും ചോദിച്ചതിന് താങ്കൾ മറുപടി പറയുന്നില്ല. അവിടെ ഖുറാനില്ലാത്ത സൂറ മുജാദിലയിൽ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരെ മാതാക്കൾക്ക് തുല്യമായി പ്രഖ്യാപിക്കുന്നവർ അബദ്ധമാകുന്നു ചെയ്യുന്നത്. അവർ അവരുടെ മാതാക്കളല്ല, ഭാര്യമാർ ആരുടെ മാതാക്കളല്ല, അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ മറ്റാരുമില്ല. അപ്പൊ പിന്നെ മുഹമ്മദ് അബദ്ധം ചെയ്തില്ലേ? സ്വന്തം ഭാര്യയെ മാതാക്കളായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചില്ല. നാട്ടുകാരുടെ മുഴുവൻ മാതാക്കളാണെന്ന് പറയുന്നത്. അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ല, അതായത് വേറെ ഒരു സ്ത്രീയെ, സ്വന്തം ഭാര്യയെ പോലും മാതാവായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല. അവരുടെ മാതാക്കൾ അവരെ പ്രസവിച്ച സ്ത്രീകളല്ലാതെ വേറെ ആരുമല്ലെന്ന് അള്ളാഹു പറയുമ്പോൾ, അതേ അള്ളാഹു തന്നെ ഈ മുഹമ്മദിന്റെ ഭാര്യമാരെല്ലാം മാതാക്കളാന്ന് പറഞ്ഞ ആയത്തിറക്കിയാൽ ഒന്നുകിൽ അള്ളാഹുവിന് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഈ ആയത്ത് സ്വന്തം ഭാര്യമാരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മുഹമ്മദ് ഇറക്കിയത്. മുഹമ്മദ് മരിക്കുമ്പോൾ ആയിഷയ്ക്ക് വെറും 18 വയസ്സേ പ്രായമുള്ളൂ. ആ 18 വയസ്സുള്ള പെണ്ണ് വിധവയായിട്ട് തുടരേണ്ടി വന്നത് മുഹമ്മദിന്റെ ഈ ആയത്ത് കൊണ്ടാണ്. അപ്പൊ ഇതിൽ ഏതായത്താണ് അള്ളാഹു ഇറക്കിയത്, ഏതായത്ത്? അല്ലെങ്കിൽ ഇത് പരസ്പര വിരുദ്ധമാണ്. ഇതിൽ ഒരായത്ത് അള്ളാഹു ഇറക്കിയതല്ല. ഇത് യഥാർത്ഥ ഖുർആനാണെങ്കിൽ ഇതിൽ ഒരായത്ത് അള്ളാഹു ഇറക്കിയതല്ല. അപ്പൊ ഇതിൽ ഏതായത്താണ് അള്ളാഹു ഇറക്കാത്ത ആയത്ത്? ശാസ്ത്രീയപരമായ വിവേകവും കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഐശ്വര്യ 18-23 വയസ്സുള്ളപ്പോഴത്തേക്കും പ്രവാചകൻ മരിക്കുമ്പോഴത്തേക്കും അദ്ദേഹം എഴുതി അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായിട്ടും ആസ്വദിച്ച, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്തില്ല എന്ന് പറയപ്പെടുന്ന ആരാധന കർമ്മങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന ശുഷ്കാന്തി അത് എങ്ങനെയാണ് നിർവഹിച്ചു എന്നതിനെ കുറിച്ച് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആയിഷയാണ്. അത് ഭാര്യയ്ക്ക് മാത്രമേ കൂടുതൽ അറിയാനും കഴിയും. അതിനു വേണ്ടിയാണ് ആകപ്പാട കന്യകയായ ഒരു സ്ത്രീ വിവാഹം കഴിച്ചത്. നമുക്ക് മറ്റുള്ള അപ്പോസ്തലന്മാരെയും അതേപോലുള്ള നമ്മളെ മറ്റുള്ള ആൾക്കാരെയൊക്കെ കുറിച്ച് നമ്മൾ പറയാൻ പോയ ഒരു അർമാദവും കാണൂല. അതൊന്നൊക്കെ പോട്ടെ. പ്രവാചകന്മാരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രവാചകന്മാര് പെമ്മക്കളെ വിചരിച്ചിട്ടുള്ള അതെല്ലാം പോട്ടെ. ലോത്തായിരുന്നാലും നോഹായിരുന്നാലും ഒക്കെ പോട്ടെ, യാക്കൂബ്. അപ്പൊ അതൊന്നുമല്ല അത് പറയുന്നത്. ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാന്യതല്ല. കാരണം അവരെല്ലാം പ്രവാചകന്മാർ, അവരാരും ചെയ്യില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹദീസ് വളരെ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെട്ട് കിടക്കുന്നത്. ഐഷാ ഉണ്ടായിരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ സംഭവമായിരുന്നു.
താങ്കളുടെ സമയം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവിന് അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നെന്നോ? എൻ്റെ പൊന്നു സഹോദരൻ, ഇങ്ങനെയൊക്കെ പച്ച നുണ പറയില്ലേ? മുഹമ്മദ് ഈ പറയുന്ന അബൂബക്കറിനോട് ഇന്ന് പെണ്ണ് ചോദിക്കുമ്പോൾ അബൂബക്കർ പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഞാൻ താങ്കളുടെ സഹോദരനല്ലേ, പിന്നെ എങ്ങനെ താങ്കൾ എൻ്റെ മകളെ വിവാഹം കഴിക്കുമെന്നാണ് ചോദിച്ചത്. താങ്കൾ പറഞ്ഞെന്താ, അബൂബക്കറിന് പരാതിയില്ലായിരുന്നെന്നോ? അപ്പം മുഹമ്മദ് പറയുന്ന മറുപടി, അള്ളാഹുവിന്റെ ദീനും ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് താങ്കൾ എൻ്റെ സഹോദരൻ തന്നെയാ, എങ്കിലും താങ്കളുടെ മകളെ വിവാഹം കഴിക്കുന്നത് എനിക്ക് അനുവദനീയമായിരിക്കുന്നു എന്നാ മുഹമ്മദ് പറഞ്ഞു. അല്ല, അബൂബക്കറിന് സമ്മതം ഉണ്ടായിട്ട് മോളെ കെട്ടിച്ചു കൊടുത്തതല്ല. അബൂബക്കർ സഹോദരനായിട്ട് കണ്ടിരുന്ന, അതായത് സഹോദരന്റെ മോളെ കല്യാണം കഴിച്ചതിന് തുല്യമായ ഹീനകൃത്യമാണ് മുഹമ്മദ് ചെയ്തതെന്നാണ് അബൂബക്കർ പറയുന്നത്. അല്ല, അബൂബക്കർ പറയുന്നത് ഈ അള്ളാഹുവിന്റെ ദീൻ, ഈ പറയുന്ന നീ എന്റെ സഹോദരനാണ്, എന്റെ മകളെ നീ എങ്ങനെ കല്യാണം കഴിക്കുന്നു ചോദിച്ചു. അപ്പൊ മുഹമ്മദാണ് നിർബന്ധിക്കുന്നത്, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചിട്ട് നീ എന്റെ സഹോദരനാ, എന്നാലും എനിക്ക് നിന്റെ മോളെ കല്യാണം കഴിക്കാം. ഓക്കെ ഓക്കെ ഇന്നമൽ ഇഖ്വ എന്ന് പറയും അറബി ഭാഷയിൽ ഖുർആൻ ഉപയോഗിച്ച പദപ്രയോഗമാണ്. ഇന്നമൽ ഇഖ്വ, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. ആ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അബൂബക്കർ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പ്രവാചകന് ഈ വിവാഹം ആലോചിക്കുന്നതിന് മുമ്പേ ആയിഷക്ക് വിവാഹാലോചനകൾ ഒരുപാട് വന്നിട്ടുണ്ട്. ചരിത്രത്തിൽ നമ്മൾ കാണാം, ഈ ചെറിയ കുട്ടിക്ക് വിവാഹാലോചനകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അവിടെ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് വളരെ കൃത്യമായ ഒരു ന്യായത്തോടു കൂടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഉമറിന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അബൂ സുഫിയാൻ, ഇസ്ലാമിന്റെ ശത്രുവായ അബൂ സുഫിയാന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഉസ്മാന്റെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും പ്രവാചക വിവാഹം കഴിച്ചു. അതിനൊക്കെ ഓരോ പ്രത്യേകമായ ഐഡിയോളജിയും ഓരോ കാര്യങ്ങളും അതിന്റെ പിന്നിലുണ്ട്. അതാണ് ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ ഉപദ്രവമായിരിക്കുകയാണ് ഫോൺ, എത്ര കാലമെന്ന് അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിന്റെയൊക്കെ പിന്നിലെ ഐഡിയയും കാര്യങ്ങളും ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, വിവാഹം കഴിക്കാനാണെങ്കിൽ പ്രവാചകന് വയസ്സായ 45 വയസ്സായ ഖദീജ വിവാഹം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ സോറി, കഴിഞ്ഞു താങ്കളുടെ. അത് മുഹമ്മദ് പ്രവാചകനാകുന്നതിന് മുന്നേ ഉള്ള കഥയാണ്. 45 വയസ്സുവരെ ഖദീജ വിവാഹം കഴിച്ചത്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം താങ്കൾ പറയുന്നത് എന്താണ്? പ്രവാചകന്റെ ചരിത്രമല്ല എഴുതി വെക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചത്. എന്റെ പൊന്നു സഹോദര, 6 വയസ്സുള്ള എഴുത്തുമാൻ അറിയാത്ത കൊച്ചിനെ വെച്ചിട്ടാണ് ചരിത്രം എഴുതുന്നത്. ചരിത്രം എഴുതാൻ വേണ്ടി ചരിത്രം എഴുതാൻ ഒരു സെക്രട്ടറിയെ വെക്കുന്നതിന് പകരം 6 വയസ്സുള്ള കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് 9-ാം വയസ്സ് മണിയറെ കൊണ്ടുപോയിട്ടാണോ ചരിത്രം എഴുതിക്കുന്നത്? എന്താ മണിയറ ചരിത്രം വല്ലതും ആണോ? സഹോദര, ചരിത്രം എഴുതാൻ വേണ്ടി ഒരു ഭാര്യയെ വേണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ സുന്നപ്രകാരം നിങ്ങൾക്കൊക്കെ ചരിത്രം എഴുതി വെക്കാൻ ഒരു ഭാര്യമാര് വേണ്ടേ? പ്രവാചകന്റെ സുന്നത്ത് പ്രകാരം നിങ്ങൾക്ക് ചരിത്രം എഴുതാൻ വേണ്ടി ഒരു 6 വയസ്സുകാരെ കെട്ടിയുന്നത് എന്ത് വിവേകശൂന്യമാണ്. 6 വയസ്സുകാരി കൊച്ചി എന്ത് ചരിത്രം എഴുതി വെക്കാനാ? 6 വയസ്സുകാരി കൊച്ചി എന്ത് ചരിത്രം ഓർത്തു വെക്കാനാണ്? ആ ഓർമ്മയിൽ എത്രത്തോളം പാകപ്പിഴകൾ ഉണ്ടാവുമെന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലായിരുന്നോ പ്രവാചകന്? അദ്ദേഹം ഒരു 18 വയസ്സോ 15 വയസ്സുള്ള ഒരു പെണ്ണിനെ കെട്ടെങ്കിൽ പറയാം, ഓക്കെ, ചരിത്രമല്ല എഴുതി വെക്കാൻ പ്രാപ്തിയുള്ള ഒരു പെണ്ണിനെ കെട്ടുന്നത്. 6 വയസ്സുകാരി കൊച്ചിനെ കല്യാണം കഴിച്ചിട്ടാണോ സഹോദര ചരിത്രം എഴുതാൻ വേണ്ടി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞേ? പറയുമ്പോൾ ഇച്ചിരി വിശ്വസിക്കാവുന്നൊരു വാദം പറ പ്ലീസ്. ഓക്കെ, അപ്പൊ താങ്കൾക്ക് അത്ര അതിനെ കുറിച്ച് പറയാൻ കഴിയൂ എന്ന് എനിക്കറിയാം. നേരത്തെ കണക്കൂട്ടിയതാണ്. കാരണം എന്ന് പറഞ്ഞാൽ 6 വയസ്സിലല്ല, താങ്കൾ മനസ്സിലാക്കണം, 16 വയസ്സാണ് അഭിപ്രായത്തിൽ. ഞാൻ 9-16 അതേപോലെ എനിക്ക് തിരിച്ച് ചെയ്യാൻ കഴിയും. എന്റെ സമയം ഞാൻ വരാം, നിങ്ങൾക്ക് സമയം ടൈം തരാം, എന്റെ ഇപ്പം കഴിയുമല്ലോ. അപ്പം ഈ 9 വയസ്സായ ഐഷ പ്രവാചകൻ മരിക്കുമ്പോൾ 23 വയസ്സാണ്. ആ 23 വയസ്സിന്റെ ഇടയിൽ 6 വയസ്സും കഴിഞ്ഞ ബാക്കിയുള്ള പ്രായത്തിൽ എഴുതാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആധുനിക ശാസ്ത്രം പറയുന്നു. ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഗ്രാഫ് ചെയ്യാൻ പറ്റുന്ന തലച്ചോറ് ചെറിയ കുട്ടികൾക്കാണ്. അത് ഒരിക്കലും മറന്നു പോകില്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. ഇതൊക്കെ ഞാൻ സെബാസ്റ്റ്യൻ മാസ്റ്റർ പോലുള്ള അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ സഹോദരനെ പോലുള്ള ഒരാൾക്ക് പറഞ്ഞു തരേണ്ട ഗതികേട് എനിക്ക് വന്നുപോയല്ലോ എന്നുള്ളത്. സഹോദര ക്ഷമിക്കണം, ഈ ഗതികേട് എനിക്ക് വന്നതിന്റെ പേരിലല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ ഇറക്കിക്കൊടുക്കുന്ന 30 വർഷം ഈ ഖദീജയുടെ കൊണ്ടുവരുന്നതിന് പോലെ ആയിഷനെ കെട്ടാൻ പാലഞ്ഞോ? ഈ ഖദീജനെ കെട്ടിയ സമയത്ത് 40-45 വയസ്സുള്ള ഒരു പ്രായമുള്ള അമ്മച്ചിനെ കെട്ടിയ സമയത്ത് ഒരു 6 വയസ്സുള്ള കൊച്ചിനെ കെട്ടിയിരുന്നെങ്കിൽ ഈ ഖുർആൻ ആയത്തുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഈ സൈദ് ബിൻ സാബിത്തിന്റെ പുറകെ അടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? താങ്കൾ ഈ പറഞ്ഞ പോലെയാണെങ്കിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന സമയത്തല്ലേ ഇത്രയും ശ്രദ്ധാപൂർവം വേണ്ടത്? ഈ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിലാണോ ഈ പറയുന്ന പെണ്ണിനെ കെട്ടിയ ഖദീജ മരിച്ചതിനെ ഏതാ കെട്ടിയത്? അതുവരെ ഖദീജ സമ്മതിച്ചില്ല. അപ്പൊ താങ്കൾ പറയുന്നത് പോലെ ഒരു മഹത്തായ കർമ്മത്തിന് വേണ്ടിയാണെങ്കിൽ ഖുർആനേക്കാൾ മഹത്തായ കർമ്മം ഒന്നും വന്നിട്ടില്ലല്ലോ.
അങ്ങനെയാണ് പിന്നെ ഖുർആൻ അവതരിപ്പിച്ച കാലത്തല്ലേ ഖദീജനെ ഡിവോഴ്സ് ചെയ്തിട്ടോ ഖദീജയുടെ ഒപ്പമോ ഒരു പെണ്ണിനെ കെട്ടുന്നത്? എന്തുകൊണ്ടാണ് ഈ ഖുർആൻ അവതരിപ്പിച്ച കാലത്ത് അങ്ങനെയാണെങ്കിൽ ഒരു 6 വയസ്സുകാരി കൊച്ചിനെ കെട്ടി മാതൃക കാണിക്കാൻ? താങ്കൾ പറഞ്ഞ കണക്കാണെങ്കിൽ ഖുർആൻ അവതരിപ്പിച്ച ആദ്യത്തെ ആയത്ത് മുതൽ എഴുതി വെക്കുന്ന ഒരു പെണ്ണിനെ വേണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 6 വയസ്സുകാരി കൊച്ചിന് ആ സമയത്ത് കെട്ടണം. എന്തുകൊണ്ടാണ് ആ സമയത്ത് കെട്ടായിരുന്നത്? നിർത്തിയാ താങ്കളുടെ സമയം പറഞ്ഞോളൂ. കറക്റ്റ് ടൈം കാട്ടി താങ്കളുടെ സമയമായിരുന്നു. ഞാൻ എന്റെ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, താങ്കൾ പറഞ്ഞോളൂ. അപ്പോഴേ ആയിഷ 9 വയസ്സായ ആയിഷയെ എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അവരുടെ ഓർമ്മയിൽ നിന്നുള്ള പ്രവാചകന്റെ ജീവിത ചരിത്രത്തിലുള്ള സംഭവവികാസങ്ങളാണ് അവരെഴുതി. അതുകൊണ്ടാണ് നിങ്ങൾ ഹദീസ് പരിശോധിച്ചാൽ മനസ്സിലാവും. ആയിഷ അബൂബക്കറിന്റെ മകൾ ആയിഷ ഇന്ന ഹദീസ് പ്രവാചകൻ ഇന്ന സംഭവം, രാത്രി നമസ്കാരം ഇത്ര വക്ത് നമസ്കരിച്ചു, അദ്ദേഹം നോമ്പ് ഇന്ന ദിവസങ്ങളിൽ നോമ്പെടുത്തു, അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ചരിത്രങ്ങൾ മുഴുവനും അബൂ ഹുറൈറയും ആയിഷ റളിയല്ലാഹുമാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തത്. അത് താങ്കൾക്ക് അത് ഹദീസ് ഗ്രന്ഥങ്ങളുമായിട്ട് ബന്ധം വരുമ്പോഴെപ്പോഴെങ്കിലും അത് മനസ്സിലാവും. ഇപ്പം പറഞ്ഞ താങ്കൾക്ക് അത് മനസ്സിലാവുകയില്ല. രണ്ടാമത്, ഈ ലോക ചരിത്രത്തിൽ വനിതകളുടെ പങ്കെടുന്നതിനെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കണം. ചെറിയ കുട്ടിയായിട്ട് വലിയ കുട്ടിയായിട്ട് ലോക ചരിത്രത്തിൽ വനിതകളുടെ പങ്ക് വലുതാണ്, ഭയങ്കര വലുതാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മറിയം. താങ്കളുടെ സമയം കഴിഞ്ഞു. എന്റെ പൊന്നു സഹോദര, ഈ ആയിഷയുടെ ഹദീസിനകത്തൊക്കെ പറയുന്നത് എന്താ? താങ്കൾ വായിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ ഞാൻ നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എങ്ങനെ കക്കൂസി പോകണം, കക്കൂസി പോകുമ്പോൾ 3 കല്ലുമായിട്ട് പോകണം, കക്കൂസി പോകുമ്പോ എന്താ പറയാ മറയില്ലാതെ കക്കൂസി പോയി, ഇതൊക്കെയാണ് ആയിഷ എഴുതി വെച്ച ചരിത്രം. ഈ ചരിത്രം കക്കൂസി പോണ ചരിത്രം ഇതാക്കാൻ വേണ്ടി നിങ്ങൾ ഖുർആനെ ഓർത്ത് എഴുതി വെക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ കെട്ടി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരാത്തൊരു ലോജിക് ഉണ്ടായിരുന്നു സഹോദര. അങ്ങനെയാണെങ്കിൽ ഈ ചരിത്രം കൃത്യമായി എഴുതി വെക്കാൻ വേണ്ടിയാണ് അള്ളാഹു പെണ്ണ് കെട്ടിച്ചതെങ്കിൽ ഖദീജയെ മുഹമ്മദിനെ കൊണ്ട് കെട്ടിച്ച അള്ളാഹു ഏറ്റവും വലിയ പൊട്ടനാ. കാര്യം എന്തുകൊണ്ടാ? ഖദീജക്ക് 40-45 വയസ്സ് കല്യാണം കഴിച്ച് അതിനുശേഷമാണ് മുഹമ്മദിന് വഴി കിട്ടുന്നത്. എഴുത്തും വായനയും പോലും അറിയാത്ത ഖദീജക്ക് കൂടെ കൂട്ടിയിട്ട് എന്നെ കാണിക്കാനാ? താങ്കൾ പറഞ്ഞതുപോലെ ഇസ്ലാമികത്തിന്റെ രേഖപ്പെടുത്തലിന് വേണ്ടിയാണ് ഈ പറയുന്ന പെണ്ണിനെ കെട്ടിയതെങ്കിൽ ഈ മുഹമ്മദിന് അള്ളാഹുവിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. കാര്യം ഖുർആൻ അവതരിപ്പിച്ച കാലത്ത് പെണ്ണ് കെട്ടിക്കണമായിരുന്നു. ഖുർആൻ അവതരിപ്പിച്ച കാലത്ത് ഒരു അമ്മച്ചീനെ കെട്ടിപ്പിച്ച് വെച്ചിട്ട് പുള്ളിയൊക്കെ 10-40 വയസ്സ് പ്രായം കൂടുതലുള്ള ആ പെണ്ണിനെ കെട്ടിച്ചിട്ട് ഈ പറയുന്ന കക്കൂസി പോകുമ്പോ 3 കല്ല് വെച്ച് തുടക്കണോ, അങ്ങോട്ട് തിരിഞ്ഞ് അപ്പിയിടണോ, ഇങ്ങോട്ട് തിരിഞ്ഞ് അപ്പിയിടണോ, അപ്പിയിടാൻ നേരത്ത് മറ വെക്കണമോ വേണ്ടയോ, ഇതൊക്കെ പറയാനായിട്ട് ഒരു പെണ്ണിനെ കെട്ടണ നേരത്ത് ഇത് പറയാൻ വേണ്ടി ഒരു പെണ്ണിനെ കെട്ടിന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു ചെറിയ ലോജിക് ഉണ്ടായിരുന്നില്ലേ സഹോദര? ഓക്കെ, വളരെ ശ്രദ്ധേയമായ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒരു കേവലമായ വാചകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംസാരങ്ങൾ വരുന്നതുകൊണ്ട് വരുന്ന തകരാറുകളാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഭൂതകാലത്തോടുള്ള ഭയം, ഇത് രണ്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി വർത്തമാനകാലത്ത് നിലനിൽക്കുന്നതാണ് ശാന്തി, സമാധാനം. അതാണ് ഇസ്ലാം. മനുഷ്യർക്ക് മനസ്സമാധാനം ഇല്ലെങ്കിൽ, നീതി ലഭിച്ചില്ലെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. മനസ്സമാധാനം ഉണ്ടായാലേ നീതി ലഭിക്കുള്ളൂ. അതിനുവേണ്ടിയാണ് ഇസ്ലാം മുന്നോട്ട് വന്നത്. ആ ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മോചനത്തിന്റെ മാർഗമായി തീരുന്നത് പ്രവാചകന്റെ ജീവിതത്തിന്റെ കാൽവെപ്പുകൾ, അദ്ദേഹത്തിന്റെ ഉറക്കം, ഇരുത്തം, ബാത്റൂമിൽ പോക്ക്, എങ്ങനെ കിടക്കണം, എങ്ങനെ ഇരിക്കണം എന്നതിനൊക്കെ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ഉണ്ടാക്കുന്ന രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിച്ചതാണ്. അതിന്റെ ഒരു സെക്കൻഡ് സഹോദര, ഈ 3 കല്ലുമായിട്ട് കക്കൂസി പോകുന്നതാണോ താങ്കൾ ഇപ്പൊ ചെയ്യുന്ന പ്രവാചകചര്യ? താങ്കൾ ഇപ്പൊ കക്കൂസി പോകുമ്പോൾ 3 കല്ലുമായിട്ടാണോ പോകുന്നത്, വെള്ളമായിട്ടാണോ പോകുന്നത്? ഇതൊക്കെയാണ് ഹദീസിനകത്ത് പ്രവാചകചര്യയായിട്ട് എഴുതി വെച്ചേക്കുന്നത്. പ്രവാചകൻ എഴുത്തുമാനം അറിയാൻ പാടില്ലായിരുന്നു. താങ്കൾ എഴുത്തുമാനം എന്താ ചെയ്യുന്നത്? പ്രവാചകന്റെ കാലത്ത് എഴുത്തും വായന ഉണ്ടായിരുന്നു. സയ്യിദ് ബിൻ സാബിത്തിനൊക്കെ എഴുത്തും വായന അറിയായിരുന്നു. മുഹമ്മദിന് എഴുത്താനും അറിയില്ല, വായിക്കാനും അറിയില്ല. അപ്പൊ പ്രവാചക ചര്യയിൽ എഴുത്തുമാനയും ഹറാമ, എഴുത്തുമാനയും പുള്ളി ചെയ്തിട്ടില്ല. അപ്പൊ പ്രവാചകന്റെ ചര്യയെ പിന്തുടർന്ന താങ്കള് പിന്നെ എഴുത്തുമാനം പഠിച്ചെന്തിനാ? പ്രവാചകൻ 6 വയസ്സുകാരെ കെട്ടി മാതൃക കാണിച്ചു, എന്തേ താങ്കൾ 6 വയസ്സുകാരെ കെട്ടി മാതൃക കാണിക്കുന്നില്ലേ? പ്രവാചകൻ സ്വന്തം കൂട്ടുകാരന്റെ മോളെ കെട്ടി മാതൃക കാണിച്ചു, താങ്കൾ എന്തേ കെട്ടി മാതൃക കാണിക്കുവോ? താങ്കളുടെ ഒരു 6 വയസ്സുകാരി കൊച്ചിന് ഒരു 50 വയസ്സുള്ള അപ്പാപ്പന് കെട്ടിച്ചു കൊടുക്കാൻ താങ്കൾ തയ്യാറാവുമോ? ഇല്ല. അപ്പൊ സ്വന്തം കാര്യം വരുമ്പോ പ്രവാചകന്റെ കാര്യമൊന്നും വേണ്ടല്ലേ? പ്രവാചക ചര്യ പിന്തുടരുന്നവരാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ 3 കല്ലുമായിട്ട് കക്കൂസി പോകുന്നില്ല? താങ്കൾ എന്തിനാണ് വീട്ടിലെ യൂറോപ്യൻ ക്ലോസറ്റിൽ പോയിരിക്കുന്നത്, ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച ക്ലോസറ്റിൽ പോയിരിക്കുന്നത്? പ്രവാചകന്റെ ചര്യ പിന്തുടരുന്നുണ്ട്, ഹദീസ് വായിച്ച് അതേപടി വെളിപ്പറമ്പിൽ പോയിട്ട് 3 കല്ലുമായിട്ട് അങ്ങ് പോയാൽ പോരെ?
നീ ഹദീസുകൾ പറഞ്ഞ എടുത്തു തരാട്ടോ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കളുടെ സമയം കേൾക്കാം. താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. താങ്കളുടെ സമയമാണ്, പറഞ്ഞോളൂ. ആ, കഴിഞ്ഞ താങ്കൾ പറഞ്ഞു നമുക്ക് ഈ വെളിക്കിറങ്ങാൻ പോകുമ്പോ 3 കല്ലെന്തിനാണ് കൊണ്ടുപോണത്? താങ്കൾക്ക് അറിയില്ലേ 3 കല്ലിന്റെ ഉപയോഗം? തറയിലിരുന്നാല് ആ കാലഘട്ടത്തിൽ ചെരുപ്പില്ല. തറയിലിരുന്നാല് വല്ല കൊക്കോ പുഴുകളുടെ അസുഖം പിടിക്കും. കൊക്കോ പുഴു കാലിന്റെ ഇടയിൽ കൂടെ, നഖത്തിന്റെ ഇടയിൽ കൂടെ, തൊലിയിൽ കൂടെ കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ലിട്ടിരിക്കുകയും മുന്നിലൊരു മറ ഇല്ലെങ്കിൽ മറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കല്ലുമായിട്ട് പോകണം. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് അത് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവൂല. അത് ജീവിതത്തിന് ആവശ്യമാണ്. അതേപോലെ തന്നെ എങ്ങനെ മൂത്രമൊഴിക്കണം, എങ്ങനെ ഭാര്യയുമായിട്ട് ബന്ധപ്പെടണം, മക്കളെ എങ്ങനെ വളർത്തണം, ഭാര്യയുമായിട്ട് എങ്ങനെ ഇടപെടണം, മാതാവുമായിട്ട് എങ്ങനെ ഇടപെടണം, പിതാവുമായിട്ട് എങ്ങനെ ഇടപെടണം, ബിസിനസ് എങ്ങനെ ചെയ്യണം, കച്ചവടം മാർക്കറ്റിൽ ചെയ്യണോ അത് വീട്ടിൽ ചെയ്യണോ, യാത്ര എങ്ങനെ ചെയ്യണം, ഇടത് സൈഡിൽ കൂടെ യാത്ര ചെയ്യണോ വലത് സൈഡിൽ കൂടെ യാത്ര ചെയ്യണമോ, അത് എങ്ങനെയൊക്കെയാണ്, എല്ലാത്തിനും കൃത്യമായ മാതൃക, കൃത്യമായ എഴുത്ത്, കൃത്യമായ ആജ്ഞ, കൃത്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു പ്രവാചകൻ എന്റെ പൊന്ന് സഹോദര, 3 അങ്ങനെയാണെങ്കിൽ താങ്കള് എല്ലാ ദിവസവും ക്രിമിനൽ കള്ളായിരിക്കാൻ വേണ്ടി 3 കല്ലുമായിട്ട് വീട്ടിലെ റൂമിൽ പോയിരുന്നാ പോരെ? താങ്കൾ എന്തിനാ യൂറോപ്യൻ ക്ലോസറ്റിൽ പോയിരിക്കണേ? ക്രിസ്ത്യാനികൾ കണ്ടുപിടിച്ച് യൂറോപ്യൻ ക്ലോസറ്റിൽ താങ്കൾ എന്തിനാ? താങ്കൾക്ക് പ്രവാചകചര്യ പോരെ? ക്രിസ്ത്യാനികളുടെ യൂറോപ്യൻ ക്ലോസറ്റിന്റെ ആവശ്യം ഉണ്ടോ? പിന്നെ പ്രവാചകൻ ഈ ഇരിക്കാൻ പാകത്തുള്ള 3 കല്ലും ചുമന്നുകൊണ്ട് നടന്നു എന്നാണോ താങ്കൾ പറയുന്നത്? 3 ചെറിയ കല്ലുമായിട്ട് പോകാനാ അപ്പി തുടക്കാൻ വേണ്ടി, അല്ലാതെ ഈ 3 എടുമാട്ട കല്ലും തലച്ചോടായിട്ട് പോയിട്ട് അപ്പിയിടാൻ പോയെന്നല്ല പറയുന്നേ. പിന്നെ പ്രവാചകൻ മറവെച്ചതെപ്പോഴാണ്? ഹദീസ് എനിക്കറിയാം. പ്രവാചകൻ മറവെച്ചപ്പോഴാ? പ്രവാചകന്റെ ഭാര്യമാര് മറയില്ലാതെ അപ്പിയിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കറൊക്കെ വന്ന് പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പ്രവാചകൻ മറവെച്ചത്. അപ്പൊ ആ പരാതി പ്രകാരമാണെങ്കിൽ താങ്കളുടെ ഇപ്പൊ ഇന്നത്തെ നാട്ടില് ആരെങ്കിലും വന്ന് പരാതി പറഞ്ഞാൽ മാത്രം മറയത്ത് അപ്പിയിട്ടാൽ മതി, അല്ലെങ്കിൽ പരസ്യമായിട്ടിരുന്നിട്ടാണെന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് പ്രവാചക ഏരിയ. പരാതി വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറവെച്ചത്. അല്ലാതെ പ്രവാചകനായിട്ട് കൊണ്ടുവന്ന് മറ കൊണ്ടുവന്നൊന്നും ഇല്ല. അപ്പിയിടുമ്പോ നാട്ടുകാർ വന്ന് പരാതി പറഞ്ഞു താങ്കളുടെ ഭാര്യമാര് പരസ്യമായിട്ട് അപ്പിയിടുന്നു, അങ്ങനെ എപ്പോഴാണ് കൊണ്ടുവന്ന് മറ വെച്ചത്. ഇതാണ് പ്രവാചകചര്യ. അല്ല താങ്കൾ ഈ പറഞ്ഞ മഹത്വം അതിനകത്ത് ഞങ്ങൾക്കറിയാം. അത് നല്ലത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അന്നൊന്നും ബാത്റൂം ഇല്ലല്ലോ. ഇന്നല്ലേ യൂറോപ്യൻ ക്ലോസറ്റ് വന്നത്. ക്രിസ്ത്യാനികളെ കണ്ടുപിടിച്ച യൂറോപ്യൻ ക്ലോസറ്റ് ഇന്നല്ലേ വന്നത്. അതുകൊണ്ട് യൂറോപ്യൻ ആ കാലഘട്ടത്തിന്റെ അവസ്ഥയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കിടപ്പ് മുറിക്കകത്ത് ബാത്റൂമായില്ലേ, കിടക്കുന്ന സ്ഥലത്ത് തൂർന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ, അതൊരു പരിഷ്കാരത്തിന്റെ ഒരു ഭാഗമല്ലേ. അന്ന് ആ കാലഘട്ടത്തിൽ ബാത്റൂം, വീട്ടിനകത്ത് ബെഡ്റൂമിനകത്ത് ബാത്റൂം ഇല്ലല്ലോ. ഇന്ന് ബാത്റൂം ബെഡ്റൂമിനകത്തുണ്ടല്ലോ. അപ്പൊ നമ്മൾ വളർന്ന് എവിടം വരെ നമ്മൾ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കാലഘട്ടത്തിലെ അവസ്ഥയാണ് പറയുന്നത്. അത് കാലഘട്ടത്തിൽ മാറും, അത് മാറണമല്ലോ, മാറ്റമാണല്ലോ വിജയം. ഇതൊക്കെ നമ്മൾ സാമാന്യ ചർച്ചയ്ക്ക് വെക്കേണ്ട വിഷയങ്ങളല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, 3.5 വർഷം, ഈ 33.5 വർഷത്തിൽ 30 വർഷവും എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞാത്ത യേശുക്രിസ്തു 3.5 വർഷം ഈ ലോകത്ത് ജീവിച്ചിട്ട് മനുഷ്യന് എന്തെല്ലാം നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു, എന്തെല്ലാം സന്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞു, എന്ത് ജീവിച്ച് കാണിക്കാൻ കഴിഞ്ഞു. വിവാഹത്തെ കുറിച്ച് അദ്ദേഹത്തിന് പറയാൻ അർഹതയുണ്ടോ? മക്കളെ കുറിച്ച് പറയാൻ അർഹതയുണ്ടോ? താങ്കൾ പറഞ്ഞ ആയിഷയെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ ലോജിക്ക് തന്നെ ഇവിടെ പൊളിഞ്ഞല്ലോ സഹോദര. അതായത് മുഹമ്മദിന്റെ സുന്നക്ക് ഇപ്പൊ ഒരു പ്രസക്തിയുമില്ല. മുഹമ്മദിനെ പോലെ ഇപ്പൊ കല്ലുമായിട്ട് പോയി അപ്പിയിടുന്ന കാര്യമില്ല. ഇതൊക്കെയാണ് ആയിഷ എഴുതി വെച്ചത്. ഖുറാൻ അല്ലല്ലോ ആയിഷ എഴുതി വെച്ചത്. ആയിഷ പറഞ്ഞ ചരിത്രം ഈ അപ്പിയിടുന്ന കാര്യം, ആ കാര്യം, ഇക്കാര്യവും ഒക്കെയാണ് ആയിഷ പറഞ്ഞ കാര്യം. ഒന്നിച്ചു കുളിക്കുന്ന കാര്യമൊക്കെയാണ് ആയിഷ പറഞ്ഞ ഹദീസുകൾ. അപ്പോ അതിനൊന്നും ഇന്ന് പ്രസക്തിയില്ല. അപ്പൊ ഈ ഇനി ഭാവിയിൽ പ്രസക്തി ഇല്ലാത്തൊരു കാര്യം എഴുതി വെക്കാൻ വേണ്ടി ആയിഷനെ കല്യാണം കഴിച്ച മുഹമ്മദും കല്യാണം കഴിപ്പിച്ച അള്ളാഹു മഹാ കോമഡിയായി മാറിയില്ല. ഇപ്പോ അന്നത്തെ കാലത്ത് മുഹമ്മദിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലത്തിന് വേണ്ടിയല്ലേ എഴുതി വെക്കാൻ വേണ്ടിയല്ലേ ആയിഷനെ കല്യാണം കഴിച്ചത്. ഇന്നത്തെ കാലത്തൊട്ട് ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്തൊരു കാര്യം എഴുതി വെക്കാൻ വേണ്ടി 6 വയസ്സുകാരെ കല്യാണം കഴിച്ച മുഹമ്മദ് മഹാ എന്താ പറയുക ഒരു സംഭവമാണല്ലോ. ഇന്ന് ആവശ്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ എഴുതി വെക്കാൻ വേണ്ടി മുഹമ്മദിനെ കൊണ്ട് 6 വയസ്സുകാരി ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിപ്പിച്ച അള്ളാഹു അതിലും വലിയ സംഭവമാകുമല്ലോ സഹോദര. എന്തുവാ ഇത് പറയുമ്പോ ഒരു ആഴ്ച പറഞ്ഞ കാര്യത്തിന് കൗണ്ടറായിട്ട് അപ്പുറത്തെ സ്ഥലത്തു നിന്ന് ലോജിക്ക് പറയുന്ന താങ്കളോട് ഞാൻ എന്താ സംസാരിക്കണ്ടേ? താങ്കൾ തന്നെ പറ. അവിടെ പറഞ്ഞതിന് വിരുദ്ധമാണ് താങ്കൾ ഇവിടെ പറയുന്നത്. കാരണം ചർച്ച ചെയ്യാൻ സെബാസ്റ്റ്യൻ ബ്രദറിന് വേറെ വിഷയങ്ങളില്ല. അതുകൊണ്ട് സെബാസ്റ്റ്യൻ ബ്രദർ ഇങ്ങനെ വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയാണ്. അത് നല്ല ഒരു കണക്കിന് നല്ലത് തന്നെയാണ്. അതായത് ഈ അപ്പിയിടുന്ന കാര്യവും മുള്ളണ കാര്യവും മാത്രമല്ലല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ളത്. അവന് എന്തെല്ലാം ഒരു ജീവിതത്തിൽ ഉറക്കം ഇരിക്കുന്നതിൽ
ഉറങ്ങുന്നത് വരെയും ഒരു മനുഷ്യൻ എന്തെല്ലാം ചെയ്യണം അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ രേഖപ്പെടുത്തി ഏതെങ്കിലും ഒരു ഗ്രന്ഥം ലോകത്ത് മനുഷ്യനെഴുതിയോ ദൈവം എഴുതിയോ പ്രവാചകന്മാർ എഴുതിയോ ഒരു ഗ്രന്ഥം കാണിച്ചു തരാൻ കഴിയോ? കഴിയില്ല. നഖം വെട്ടണതിനെ കുറിച്ച് പറഞ്ഞു, നഖം വെട്ടുമ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, മുടി വെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ശരീരത്തിലുള്ള രോമങ്ങൾ കളയുന്നതിനെ കുറിച്ച് പറഞ്ഞു, അത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഭാര്യമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും വളരെ ഡീപ്പായിട്ട് മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിൽ എല്ലാ വിഷയങ്ങളും ഈ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യന് ഉപയോഗം പറ്റുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെച്ചു. ഈ കാര്യങ്ങളെല്ലാം ഭയങ്കര അബദ്ധമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. കിബില, അതായത് മക്കൾക്ക് പുറം തിരിഞ്ഞിരുന്നുണ്ട്, അതായത് മക്കയുടെ ഭാഗത്തേക്ക് പുറം ഭാഗം വന്നിരുന്നുകൊണ്ട് അപ്പി ഇടാൻ പാടില്ലെന്ന് വരെ മുഹമ്മദ് എഴുതി വെച്ചു. ഈ പറയുന്ന മക്കയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു ദ്വീപസമൂഹമാണ്. മക്കയുടെ നേരെ ഓപ്പോസിറ്റ് ജനതാമസമുള്ള ദ്വീപസമൂഹങ്ങളാണ്. ഈ ദ്വീപുകളിൽ താമസിക്കുന്ന ആളുകൾ എങ്ങോട്ട് തിരിഞ്ഞാലും മക്കയുടെ പുറത്തേക്ക് തിരിഞ്ഞിരിക്കാൻ പറ്റുള്ളൂ. അതായത് നേരെ ഓപ്പോസിറ്റാ. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാലും മക്ക, ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഭൂമി ഉരുണ്ടതാണേ. അപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞാലും മക്ക, ഇങ്ങോട്ട് തിരിഞ്ഞാലും മക്ക, ഇങ്ങോട്ട് തിരിഞ്ഞാലും മക്ക. അതായത് ഏത് പോയിന്റിലേക്ക് തിരിഞ്ഞ് അപ്പിയിട്ടാലും മക്കയുടെ ഭാഗത്തേക്ക് പുറംതിരിഞ്ഞിരിക്കും. ഇതാണ് മുഹമ്മദിന്റെ ഹദീസ്. അതായത് മുഹമ്മദിന്റെ ഹദീസ് അനുസരിച്ചിട്ടാണെങ്കിൽ ആ മക്കയുടെ നേരെ താഴെയുള്ള, മക്കയുടെ നേരെ എതിർവശത്ത് ഭൂമിയുടെ ഭാഗത്ത് ജീവിക്കുന്നവർക്ക് അപ്പിയിടാൻ വേണ്ടി തലകുത്തി നിന്ന് അപ്പിയിടേണ്ട അവസ്ഥ വരും. ഇത്രത്തോളം പ്രാവർത്തികമല്ലാത്ത ഒരു സാധനത്തെയാണ് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി 6 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ജീവിതം വരെ നശിപ്പിച്ചത്. 18 വയസ്സായപ്പോൾ അതിനെ വിധവയമാക്കി, അതിനെ വിധവയായിട്ട് ജീവിക്കാൻ മസിൽ പിടിച്ചൊരു ആയത്ത് ഇറക്കി കൊടുത്തു. ഓക്കെ, അപ്പോഴേ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ സെബാസ്റ്റ്യൻ ബ്രദർ, താങ്കൾ ഈ മക്കയ്ക്ക് നേരെ ഇരുന്ന് അപ്പിയിട്ടൂടാ എന്ന് പറയണ ഒരു ഹദീസ് ഒന്ന് എനിക്ക് കാണിച്ചു തന്നെ. ഞാൻ കാണിച്ചു തരാം. ഒരു ഹദീസ് കാണിച്ചു തന്നെ. മക്കയ്ക്ക് അഭിമുഖമായിട്ട് ഇരുന്നും കൊണ്ട് അപ്പിയിട്ടൂടാ എന്ന ഒരു ഹദീസ് താങ്കൾ ഒന്ന് കാണിച്ചതാ. ഒന്ന്. 2, നിങ്ങൾ എവിടെ ഇരുന്ന് അപ്പിയിട്ടിരുന്നാലും മനുഷ്യന് ഉപദ്രവമല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നേ പറഞ്ഞോളൂ. അതിനൊരു മരം ഉണ്ടാക്കണമെന്നേ പറഞ്ഞോളൂ. അല്ലാതെ മക്കയ്ക്ക് അഭിമുഖമായിട്ട് ഇരുന്നിട്ട് അപ്പിയിടണമെന്നൊന്നും വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഇത് മക്കയ്ക്ക് കിബിലയ്ക്ക് പുറംതിരിഞ്ഞിരുന്നുകൊണ്ട് ടോയ്ലറ്റ് ചെയ്യാൻ പാടില്ലെന്ന് ഹദീസ് കണ്ടു കഴിഞ്ഞാൽ താങ്കൾ ഈ മുഹമ്മദിനെ തള്ളി പറയൂ? ഇനി പിന്നെ അതിനെ ന്യായീകരിക്കാൻ വരുമോ? ചെറിയ നൈവിഷികമായ വർത്തമാനത്തെ തള്ളി പറയുന്ന ചോദിക്കുന്നത് താങ്കൾ പോലെ അല്ല. ഞാൻ ആ ഹദീസ് താങ്കൾക്ക് കാണിച്ചു. ഒരു ബുദ്ധിജീവിക്ക് വിവരമുള്ള ഒരാൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ഇത്. അല്ല, ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഇരുന്ന് തപ്പി ആ ഹദീസ് ഞാൻ താങ്കൾക്ക് എടുത്തു തന്നാൽ താങ്കൾ അപ്പൊ അത് അംഗീകരിക്കുമല്ലോ. ആ ഹദീസിന് അപ്പൊ അംഗീകരിക്കല്ല. പിന്നെ എന്തിനാണ് താങ്കൾ എന്നോട് എടുത്തു തരാൻ പറയുന്നത്? എന്തൊരു അടിസ്ഥാനത്തിലാ? ഞാൻ എടുത്തു തരാം. ഉള്ള ഒരു ഹദീസ് താങ്കൾ അങ്ങനെയുള്ള ഒരു ഹദീസ് താങ്കൾ എടുത്തു തന്നാൽ ആ ഹദീസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിക്കുകയും അത് ഇനി ഫോളോ ചെയ്യുകയും ചെയ്യും. ഒന്ന്. അല്ല, ഒരു സെക്കൻഡ്. അല്ല, താങ്കളെ പോലുള്ള ബുദ്ധിയും വിവേകമുള്ള ഒരാള് ചോദിക്കാനുള്ള ചോദ്യമല്ല എങ്ങനെ അങ്ങനെ ഞാൻ ഓടിച്ചിട്ട് നിന്നെ തള്ളിയിട്ട് നീ പിന്നെ എന്റെ കൂടെ തന്നെ ജീവിക്കോ എന്ന് പറയുമ്പോഴത്തെ ചോദ്യമായി പോകണം. വളരെ കൃത്യമായിരിക്കണം. അങ്ങനെയൊന്നും നമ്മൾ ചെറുതാവാൻ പാടില്ല. നമ്മൾ മാന്യന്മാരായിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ ചോദിക്കണ്ട. താങ്കൾ കാണിച്ചു തന്നാൽ ഞാൻ ഓക്കെ, ഞാൻ അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും. ഞാൻ താങ്കൾക്ക് ടൈം താങ്കളുടെ കഴിഞ്ഞിട്ട് കുറെ നേരമായി. ഞാൻ പിന്നെ ഇടക്കൊന്ന് ഇടപെട്ടുകൊണ്ട് താങ്കളൊന്ന് അലോ ചെയ്തതാണ്. അതായത് ഇവിടെ ഇത്തരം മനുഷ്യർക്ക് ഉപകാരമില്ലാത്ത, അതായത് ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ച മുഹമ്മദിന് കിബിലക്ക് എതിരായിട്ട് അപ്പിയിടരുതെന്ന് പറഞ്ഞു. ഓക്കെ, ഫൈൻ. ഭൂമി പരന്നതായിട്ട് വേറൊരു സൈഡിലേക്ക് തിരിഞ്ഞ് അപ്പിയിട്ടാൽ മതിയല്ലോ. പക്ഷെ ഭൂമി ഉരുണ്ടതാണെന്നുള്ള സത്യം പോലും മുഹമ്മദ് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഈ കിബിലയുടെ നേരെ അടിഭാഗത്ത് വരുന്ന, നേരെ എതിർഭാഗത്ത്, ഭൂമിയുടെ എതിർഭാഗത്ത് വരുന്ന ആളുകളെ എങ്ങനെ അപ്പിയിടുമെന്ന് മുഹമ്മദിന് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം വന്നു. കാര്യം ഈ ഭൂമി ഉരുണ്ടതാണെന്നുള്ള കാര്യം പോലും മുഹമ്മദ്, അതാണ് അതിനകത്ത് അബദ്ധം. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിറഞ്ഞ ഹദീസ് എഴുതി വെക്കുന്നതിനാണ് ഇത്ര വലിയ മഹത്വമായിട്ടും 6 വയസ്സായ കൊച്ചിന്റെ ജീവിതം നശിപ്പിച്ചത്. ഇമാതിരി അബദ്ധങ്ങൾ നിറഞ്ഞ ഹദീസ്. അതായത് കിബിലക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത്, അതായത് കിബിലക്ക് പുറംതിരിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നത്, അപ്പിയിടുന്നത് ഹറാമാക്കിയിരിക്കുകയാണെന്ന് അബു അയൂബ് അൻസാരി narrates. The Prophet Muhammad said, when you go to the toilet while urinating or excreting, you should neither face Qibla nor you should have your back against it. However, you can face west or east. ഇതാണ് ഈ പറയുന്ന ഹദീസിനകത്ത് പറയുന്നത്. അതായത് നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുമ്പോഴോ അപ്പിയിടുമ്പോഴോ നിങ്ങൾ കിബിലക്ക് നേരെയോ
കിബിലക്ക് മുഖം തിരിഞ്ഞു ഇരിക്കരുത്. ഓക്കെ, ഇത് ഏത് ഹദീസ് പണ്ഡിതനാണ് പറഞ്ഞത്? ആരാണ് റിപ്പോർട്ട് ചെയ്തത്? ഇത് സഹാബിയാണോ പറഞ്ഞത്? അതാ സഹാബാക്കൾക്ക് പ്രവാചകന്റെ അനുയായിക്ക് ശേഷം വന്നവരാണോ പറഞ്ഞത്? അത് അതിനുശേഷം വന്നവരാണോ പറഞ്ഞത്? ഏത് നൂറ്റാണ്ട് വന്നവരാണ് പറഞ്ഞത്? അതൊന്ന് കൃത്യം നമുക്ക്. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞത് മാത്രമാണ്. സഹാബാക്കൾ പറഞ്ഞത് വരൂല, സഹാബാക്കൾ ശേഷം വന്നവർ പറഞ്ഞതും വരൂല. പ്രവാചകൻ പറയണം, അതാണ് ഹദീസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ. എനിക്ക് എന്റെ ഒരു കാര്യം പറഞ്ഞിട്ട് അത് പ്രവാചകൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പൊ അത് കൃത്യമായിരിക്കണം പറയണേല്. അല്ല ആരെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് സഹാബിയാണോ പ്രവാചകൻ പറഞ്ഞതിന് ആരാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ആ റിപ്പോർട്ടർ സ്വഹീഹായ, അതായത് സത്യസന്ധനായ ആളാണോ എന്നൊക്കെ നിങ്ങൾ പറയേണ്ടതുണ്ട്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമുക്ക് അംഗീകരിച്ചു തരാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ താങ്കൾ ഞാൻ പറഞ്ഞാൽ താങ്കൾ അംഗീകരിക്കും അല്ലേ? പിന്നെ സംശയമില്ല. ഓക്കെ, ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്, ഹദീസ് ഞാൻ ഡിസ്പ്ലേ ചെയ്യാണ്. ഞാൻ കുറച്ചുകൂടെ വേണം വലുത് ഞാൻ പറയട്ടെ. അല്ല, താങ്കൾ കേൾക്കണം മാത്രമല്ല, താങ്കൾക്ക് കേൾക്കാനേ പറ്റുള്ളൂ ഒരു പക്ഷേ ആളുകൾക്ക് ഇത് കാണുകയും കൂടെ ആണല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ഡിസ്പ്ലേ ചെയ്യാം. ഒരു സെക്കൻഡ്. അതായത് ഇവിടെ ഹദീസ് ഇതാണ്, പ്യൂരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സുനാൻ അബു ദാവൂദ് ഹദീസാണ്. സുനാൻ അബു ദാവൂദ് അതിൻ്റെ ചാപ്റ്റർ 4, ഡിസപ്രൂവൽ ഓഫ് ഫേസിംഗ് ദ കിബില വെൻ റിലീവിംഗ് വൺ സെൽഫ്, ഡിസപ്രൂവിംഗ് ഓഫ് ചാപ്റ്റർ 4 ബുക്ക് നമ്പർ 1, narrated by Salman Al-Farsi. It was said to Salman, your prophet teaches you everything, even about excrement. നിങ്ങളുടെ പ്രവാചകൻ എല്ലാം പഠിപ്പിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പറയുന്നത്, അതായത് അപ്പിയിടുന്നതിനെ, വിസർജനം നടത്തുന്നതിനെ കുറിച്ച് വരെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. ഹി റിപ്ലൈഡ്, യെസ്, ഹി ഹാസ് ഫോർബിഡൻ us. മുഹമ്മദ് ഞങ്ങളെ വിലക്കി. എന്ത്? ടു ഫേസ് കിബില അറ്റ് ദ ടൈം ഓഫ് ഈസിംഗ് ഓർ യൂറിനേറ്റിംഗ് ഓർ ക്ലെൻസിംഗ് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് ക്ലെൻസിംഗ് വിത്ത് ലെസ് ദാൻ 3 stones. ക്ലെൻസിങ് വിത്ത് ലെസ് ദാൻ 3 stones. അല്ലെ, ഇരുന്ന് അപ്പിയിടാനല്ല 3 കല്ലെടുക്കാൻ പറഞ്ഞത്, ക്ലെൻസ് ചെയ്യാൻ, നമ്മളെ ബാക്ക് തുടക്കാൻ വേണ്ടി 3 കല്ലെടുക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുതാക്കി കാണിച്ചു തരാം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി വലുതാക്കി കാണിച്ചു തരാം. അതായത് ഇദ്ദേഹം പറഞ്ഞ 3 കല്ലെടുക്കുന്നത് 2 കല്ലയിൽ ഇരുന്നിട്ട് 1 കല്ല് പുറകിൽ ആ കല്ലുമേൽ അപ്പിയിട്ട് വെക്കാനെന്നല്ലേ? തികച്ചും അബദ്ധമാണ്. ഇവിടെ സുനാൻ അബു ദാവൂദിന്റെ ഹദീസിന് അതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയ ഹദീസിനകത്ത് പറയുന്നത് ക്ലെൻസിംഗ് വിത്ത് ലെസ് ദാൻ 3 stones, 3 കല്ലിൽ കുറവ് വെച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഓർ ക്ലെൻസിംഗ് വിത്ത് ഡങ് ഓർ ബോൺ, എല്ല് വെച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവികളെ അവശിഷ്ടം വെച്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നു, ഹി ഹാസ് ഫോർബിഡൻ us to face കിബില for the time of feasting or urinating. അപ്പിയിടുമ്പോഴോ മൂത്രം ഒഴിക്കുമ്പോഴോ കിബിലയെ ഫേസ് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത് ബുക്ക് നമ്പർ 1 ഹദീസ് നമ്പർ 8, നരേറ്റഡ് ബൈ അബു ഹുറൈ. താങ്കൾ പറഞ്ഞ അബു ഹുറൈ നരേറ്റ് ചെയ്ത ഹദീസ്. അപ്പോസ്റ്റൽ ഓഫ് അല്ലാഹ് said, അതായത് മുഹമ്മദ് said, I am like a father to you when you are one of PV. He should not turn his backward qibla. നിങ്ങൾ അപ്പിയിടുമ്പോഴോ നിങ്ങൾ മൂത്രം ഒഴിക്കുമ്പോഴോ നിങ്ങൾ കിബിലയെ ഫേസ് ചെയ്യുകയോ. എത്ര ഹദീസ് താങ്കൾക്ക്? എത്ര ഹദീസാണ് വേണ്ടത്? 6 മണിക്ക് അവസാനിപ്പിക്കണം. അപ്പൊ ഹദീസ് കിട്ടിയല്ലോ. ഇനി മുഹമ്മദ് അഭിപ്രായം തയ്യാറാണോ? ഇനി ഒരു ദിവസം നമുക്ക് ഇത് തുടരുകയും ചെയ്യാം. വളരെ സന്തോഷമുണ്ട്. അപ്പൊ എത്ര ഹദീസാന്നൂടെ പറഞ്ഞുതരാം. ഹദീസ് 1, 2, 3, 4, 5, 6, 7, 8 8-ലധികം ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ കിബിലയെ ഫേസ് ചെയ്തുകൊണ്ട് മൂത്രം ഒഴിക്കുകയോ അപ്പിടുകയോ ചെയ്തെന്ന്. എന്റെ പൊന്നു സഹോദര, ഇസ്ലാമിനെ വിമർശിക്കാതിരിക്കുന്നത് നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടിരിക്കുന്ന പോലെയല്ല, നന്നായിട്ട് ഇസ്ലാം പഠിച്ചിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഗൂഗിളിൽ നിന്ന് എടുത്തു. ഗൂഗിളിൽ നിന്നല്ല, നിങ്ങളുടെ അബുസുനാണ്, നിങ്ങളുടെ ഹദീസിൽ ഗൂഗിളിൽ നിന്നല്ല കേട്ടോ. ഹലോ, ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഞാൻ ഒരു കാര്യം പറയാൻ വന്നു, ഒരു ബോർഡ് കാണിച്ചതാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. നിങ്ങൾ എടുത്തു, അത് സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് ഹൃദയത്തോടെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ താജുദ്ദീൻ സഹോദര, ഹൃദയത്തോട് പ്രവാചകൻ പറഞ്ഞതാണ്, അത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇന്ന് മുതൽ അപ്പിയിടുമ്പോ 3 കല്ല് വെച്ച് ക്ലീൻ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യും. 3 കല്ല് വെച്ച് ക്ലീൻ ചെയ്യോ വെള്ളം വെച്ച് ക്ലീൻ ചെയ്യും. ഏതെങ്കിലും ഒരു നല്ല കാര്യം, മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം, നമ്മളെ ആദരണീയനായ നമ്മൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഈസബിനും അറിയാൻ പറഞ്ഞതായിട്ട് നമുക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ മണ്ടത്തരങ്ങൾ പറയാനല്ല സഹോദര അപ്പോസ്തലന്മാർ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായി ഇതേപോലെ ദിവസം
എന്റെ ഫോണെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. നമുക്ക് 6 മണിക്ക് നിർത്തണം. നിരന്തരമായിട്ട് ഫോൺ കോളുകൾ ഇങ്ങനെ നിരന്തരമായിട്ട് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അവരെല്ലാരും വിഷമിച്ചിരിക്കുകയാണ്. പലയിടത്തും ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട്. ഞാൻ ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാം. ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു ഹദീസ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ അദ്ദേഹം അംഗീകരിക്കുമെന്നാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇവിടെയും ആവർത്തിച്ചു. ഹദീസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, റെഫറൻസും ഞാൻ തന്നു. സുനാൻ അബു ദാവീദിന്റെ ബുക്ക് നമ്പർ 1 നിന്നുള്ള ഹദീസുകളാണ്. അതിന്റെ ബുക്ക് നമ്പർ 1 ഹദീസ് 7 മുതൽ ഇങ്ങോട്ട് ഹദീസ് 7, 8, 9, 10, 11 തുടങ്ങി ഇങ്ങോട്ട് എല്ലാ ഹദീസുകളും 8-10 ഹദീസുകളിനകത്ത് പല ആളുകൾ പറഞ്ഞാട്ട ഈ അദ്ദേഹം ഉദ്ധരിച്ച ആരാണ് അബു അയ്യൂബ്, അബു ഹുയറ, ഇങ്ങനെ എല്ലാവരും പറഞ്ഞ കാര്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് നരേറ്റഡ് ബൈ സൽമാൻ അൽ ഫർസി പറഞ്ഞിരിക്കുന്നത് 3 കല്ലുമായിട്ട് മാത്രം ക്ലീൻ ചെയ്യണമെന്ന്, 3 കല്ലുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണമെന്ന്. അപ്പൊ അത് മുഹമ്മദ് പറഞ്ഞ കാര്യമാണ്. ക്ലെൻസിങ് വിത്ത് ലെസ് ദാൻ 3 സ്റ്റോൺസ്, 3 കല്ലിൽ കുറയാതെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അപ്പൊ ഇന്നു മുതൽ അദ്ദേഹം ഈ ഹദീസ് അനുസരിച്ച് വെള്ളം ഉപയോഗിക്കാതെ കക്കൂസിൽ പോകും, 3 കല്ലുമായിട്ട് കക്കൂസിൽ പോകും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള മുഹമ്മദിന്റെ ഹദീസുകൾ അനുസരിക്കാൻ താങ്കൾക്ക് ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് എനിക്ക് പറഞ്ഞോളൂ. സുഹൃത്തെ, ഞാൻ അതിന് മറുപടി പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത് ക്ലോസ് ചെയ്തോളൂ. അതായത് 3 കല്ലുമായിട്ട് പോയി അത് വൃത്തിയാക്കാൻ മരുഭൂമിയാണ്. താങ്കൾക്ക് സകലമെങ്കിലും അതേക്കുറിച്ച് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മരുഭൂമിയാണ്, വെള്ളം കിട്ടാത്ത സ്ഥലമാണ്. അത് കല്ല് വെച്ച് ഉപയോഗിക്കാം. അപ്പൊ 1 കല്ലുകൊണ്ട് ശരിയാവൂല. അപ്പൊ 3 കല്ല് വെച്ച് ഉപയോഗിക്കാനായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പേപ്പർ ഉപയോഗിക്കുന്ന ജനവിഭാഗമല്ലേ, മഹാഭൂരിപക്ഷം യൂറോപ്യന്മാരും മറ്റേ പേപ്പറിലെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കല്ല് വെച്ചാൽ കുറച്ചുകൂടെ പേപ്പറിനെക്കാട് വൃത്തിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്താണ് അതിന് കുഴപ്പം? പക്ഷെ അത് വെള്ളമില്ലാത്ത ഈ കാലഘട്ടത്തിലും ആ കല്ല് സൂട്ടബിൾ ആണ്. മറിച്ച് വെള്ളമുള്ള നാട്ടില് ശുദ്ധമായ വെള്ളക്കുന്ന സ്ഥലത്ത് വെള്ളക്കാരന്മാർ പേപ്പർ വെച്ചിട്ട് നടക്കുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ അതും കൂടെ ചിന്തിക്കണം. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ അത് അല്ല, ഈ പ്രവാചകന്റെ സുന്ന ഇന്ന് സൗദി അറേബ്യയിലെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ ആളുകൾ? സൗദി അറേബ്യയിലെ ആളുകൾ എപ്പോഴും മരുഭൂമി തന്നെയല്ലേ? ആവശ്യമാണെങ്കിൽ അപ്പോ ഈ സാധനമൊക്കെ അന്നത്തെ കാട്ടറബികൾക്ക് പറ്റിയ നീതി പുള്ളിക്ക് തോന്നിയ പോലെ പറഞ്ഞു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ കണ്ട കല്ലെടുത്ത് തുറക്കാൻ പറഞ്ഞു, അപ്പൊ കിട്ടിയ സാധനം വെച്ച് തുറക്കാൻ പറഞ്ഞു. അല്ലാതെ ഇതൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാ എഴുതിയിട്ടുള്ള കുന്തം കൊടുത്തക്രോ എന്നുള്ളത് മനസ്സിലായില്ലേ സാധാരണ? എന്റെ പൊന്നു സഹോദര, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ കാലഘട്ടത്തിൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കല്ല് വെള്ളം ഉപയോഗിച്ച് കഴുകാമെന്ന് പറയുന്ന ഒരു ഹദീസ്, അതൊരു വിമർശന വിധേയമായ കാര്യമേ. ഒരു സെക്കൻഡ് സഹോദര, നിങ്ങള് വുളു ചെയ്യാൻ നേരത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടി മുഹമ്മദ് കൃത്യമായിട്ട് പറഞ്ഞ ഹദീസ് ഉണ്ട്. നിങ്ങൾ വുളു ചെയ്യുമ്പോൾ വെള്ളം കിട്ടിയില്ലേ മണ്ണ് ഉപയോഗിച്ച് വുളു ചെയ്യാൻ. അപ്പിട്ട് കഴിഞ്ഞിട്ട് കല്ലല്ലാതെ വെള്ളം ഉപയോഗിക്കാൻ പറയുന്ന, വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ല് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാനോ പറയുന്ന ഒരു ഹദീസ് കാണിച്ചു തരാമോ? വെള്ളത്തെക്കുറിച്ച് അങ്ങനെയാണെങ്കിൽ വുളു ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ മരുഭൂമിയിൽ അപ്പോഴും വെള്ളമില്ലല്ലോ, അല്ലാതെ അപ്പിയിടുമ്പോ മാത്രമല്ലല്ലോ വെള്ളക്ഷാമം ഉള്ളത്. വുളു ചെയ്യുമ്പോഴും